പോലെയാണ്. നമുക്കിന്ന് കാണാൻ കഴിയുന്ന ഭൗതികമായ ഈ ലോകവും അനുഭവിക്കാൻ മാത്രം കഴിയുന്ന ഊർജവും ഒന്നാണ്. കരിയും വജ്രവും ഒരു രൂപത്തിൻ്റെ പല മുഖങ്ങൾ പോലെ. അങ്ങനെയാണെങ്കിൽ എൻ്റെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: നാം കാണുന്ന അമ്പലച്ചുംബികളായ കൊട്ടാരങ്ങൾ മുതൽ കുടിലുകൾ വരെയും മണ്ണ് മുതൽ പൊന്നു വരെയും സർവ്വതും മായയാണോ? മൃഗങ്ങൾക്ക് നിറം തിരിച്ചറിയാൻ സാധിക്കില്ല. മനുഷ്യൻ്റെ തലച്ചോറുണ്ടാക്കുന്ന ഒരു മിഥ്യയാണ് നിറങ്ങൾ. ഇതുപോലെ നാം കാണുന്ന ലോകവും ഒരു മിഥ്യയാണോ, മായയാണോ? ഈസ് ദ വേൾഡ് ആൻ ഇല്യൂഷൻ? നമ്മൾ പ്രപഞ്ചത്തെ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എന്ന വിഷയങ്ങളിലൂടെ അറിയാൻ ശ്രമിച്ചു. ഇനി ഫിലോസഫിക്കലായി പ്രപഞ്ചത്തെ അപ്രോച്ച് ചെയ്യാം. ഫിലോസഫിക്കലായി പറഞ്ഞാൽ പ്രപഞ്ചം എന്നത് കോൺഷ്യസ്നസ് അഥവാ ബോധം അല്ലെങ്കിൽ ഒരവസ്ഥയാണ്. കോൺഷ്യസ്നസ് എന്നത് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ആന്തരികവും ബാഹ്യവുമായ അസ്തിത്വങ്ങളെ